ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PECയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ സയൻസ് ആണ്. 7ാം ക്ലാസ്സിലെ സയൻസിൽ 4ാമത്തെ ചാപ്റ്ററിന്റെ പേര് പ്രകാശം പ്രതിഫലിക്കുമ്പോൾ എന്നാണ്. ഈ ഒരു ചാപ്റ്റർ PSC പഠിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതായത് നമുക്കറിയാം, നമുക്ക് സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു സിലബസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ. അപ്പോൾ 7ാം ക്ലാസ്സിലെ SCERT എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ വിലയിരുത്താം എന്ന് പറയുന്ന ഒരു ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ സബ്ജക്ട് വൈസ് ആയിട്ട് ഇപ്പോൾ PSC പഠിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ സബ്ജക്ട് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്ലേലിസ്റ്റും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. 4ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? പ്രകാശം പ്രതിഫലിക്കുമ്പോൾ എന്നാണ്. ഇവിടെ നോക്കി ഒരു അമ്മാമ്മ പറയുന്നുണ്ട്, ഈ ജനലിലൂടെ വെയിൽ വല്ലാതെ അകത്തേക്ക് വരുന്നു, ഈ കർട്ടൻ നീക്കിയിടും മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു കുട്ടി ഇങ്ങനെ ആലോചിക്കുകയാണ്, ജനാല അടഞ്ഞാണല്ലോ കിടക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഈ വെയിൽ ഉള്ളിലേക്ക് എത്തുന്നത്? ഒരു കുഞ്ഞു നീതിയുടെ സംശയമാണിത്. അടച്ചിട്ടാലും ചില്ലു ജനൽ വഴി പ്രകാശമുള്ളിൽ കടക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലേ. ജനലിലൂടെ വെളിച്ചമുള്ളിൽ എത്തുമ്പോൾ കർട്ടൻ നീക്കിയിടാൻ മുത്തശ്ശി പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? ജനലിലൂടെ വെളിച്ചമുള്ളിലെത്തിയപ്പോൾ കർട്ടൻ നീക്കിയിടാൻ എന്തുകൊണ്ടായിരിക്കും മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരിക്കാം? കണ്ണിലേക്ക് വെളിച്ചം അടിക്കുന്നത് കൊണ്ടായിരിക്കും അല്ലേ. സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് വരുന്നുണ്ടായിരിക്കും. അങ്ങനെ സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് വരുന്നത് തടയാനായിട്ട് ചില്ലു ജനാലയിൽ കർട്ടന് പകരം മറ്റെന്തെല്ലാം ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അവിടെ നമുക്ക് കുറച്ച് ഒരു പരീക്ഷണം ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഒരൊറ്റ ഗ്ലാസ് ഷീറ്റ്, ചില്ലു ഗ്ലാസ്സിലെടുത്ത് ശുദ്ധജലം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് മരക്കട്ട, തുണി, വെളുത്ത പേപ്പർ, കറുത്ത ചാർട്ട് പേപ്പർ, ഇങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ വസ്തുക്കളിലൊക്കെ ഒന്ന് ടോർച്ച് പ്രകാശിപ്പിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രകാശം കടന്നു പോകുന്നുണ്ടോ, പ്രകാശം കടന്നു പോകുന്നില്ലേ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ നമുക്ക് പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? ചില്ലിലെ ജനലിന്റെ ചില്ലൊക്കെ എന്താണ് കടത്തിവിടുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ പ്രകാശം കടന്നു പോകുന്ന ഏതൊക്കെയാണ്? ഉരച്ച ഗ്ലാസ് ഷീറ്റ്, ആ പ്രകാശം കടന്നു പോകുന്നുണ്ട് അല്ലേ. ചില്ല് ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം, അവിടെ എന്താ ചില്ല് ഗ്ലാസ് ആണ്, അപ്പോൾ അവിടെ പ്രകാശം കടന്നു പോകുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി മരക്കട്ടയിൽ കടന്നു പോകുമോ? ഇല്ല, മരക്കട്ടയിൽ നിന്ന് പോകുന്നില്ല, പ്രകാശം കടന്നു പോകുന്നില്ല. ഇനി തുണിയാണെന്നുണ്ടെങ്കിലോ തുണിയിൽ എന്താണ് പ്രകാശം കടന്നു പോകുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി വെള്ള പേപ്പർ ആണെന്നുണ്ടെങ്കിലോ വെള്ള പേപ്പർ ആണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. കറുത്ത ചാർട്ട് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ കാണോ? ഇല്ല, കറുത്ത ചാർട്ട് പേപ്പർ ആണെങ്കിൽ പ്രകാശം കടത്തി വിടില്ല അല്ലേ. ഇനി ബട്ടർ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും, അതായത് പ്രകാശം കടത്തി വിടുന്നുണ്ട്. ഇനി ജനൽ ചില്ലാണെങ്കിൽ പ്രകാശം കടത്തി വിടുന്നുണ്ട്. നാണയത്തിൽ പ്രകാശം കടത്തി വിടുന്നുണ്ടോ? ഇല്ല, നാണയത്തിൽ പ്രകാശം കടത്തി വിടില്ല. കണ്ണാടിയിൽ പ്രകാശം കടത്തി വിടാം. കണ്ണട ചില്ലിലാണെന്നുണ്ടെങ്കിലോ പ്രകാശം കടത്തി വിടും അല്ലേ. ഇനി എന്താണ് മാർബിൾ ആണെങ്കിൽ കടത്തി വിടോ? ഇല്ല, മാർബിൾ ആണെങ്കിൽ കടത്തി വിടുന്നില്ല. പോളിത്തീൻ കവർ കടത്തി വിടും അല്ലേ. നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ എന്താണ് പ്രകാശം കടത്തി വിടുന്നുണ്ട്. അപ്പൊ പ്രകാശം കടത്തി വിടുന്ന വസ്തുക്കളും അതുപോലെ കണ്ണാടി ഇവിടെ നമ്മൾ എന്താ പറയുക, പ്രകാശം കടത്തി വിടുന്നു എന്നാ പറഞ്ഞല്ലേ. കണ്ണാടിയിൽ പ്രകാശം കടത്തി വിടുന്നുണ്ടോ? ഇല്ല അല്ലെ, പ്രകാശം കണ്ണാടിയിൽ കടത്തി വിടുന്നില്ല. കണ്ണടയല്ല, കണ്ണാടിയാണ്. കണ്ണാടിയിൽ പ്രകാശം കടത്തി വിടുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പ്രകാശം കടത്തി വിടുന്ന വസ്തുക്കളും പ്രകാശം കടത്തി വിടാത്ത വസ്തുക്കളും എന്താണ് ക്ലിയർ ആയല്ലോ, അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇനി പ്രകാശം കടത്തി വിടുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് തന്നിട്ടുണ്ട്. ബട്ടർ പേപ്പറിലൂടെ പ്രകാശം കടന്നു പോയില്ലേ? പോയി. അതുപോലെ തന്നെ കണ്ണട ചില്ലിലൂടെ പോയില്ലേ, കണ്ണട ചില്ലിലൂടെയും പോയി. അതുപോലെ തന്നെ എന്താണ് രണ്ട് വസ്തുക്കളും ഒരേ രീതിയിലാണ് പ്രകാശം കടത്തിവിടുന്നതെന്ന് നോക്കിയേ ആയിരിക്കില്ല അല്ലെ. നോക്കി, ബട്ടർ പേപ്പർ, ജനൽ ചില്ല്, ഉരച്ച ചില്ല്, എണ്ണ പുരട്ടിയ പേപ്പർ, ചില്ല് കഷ്ണം, പോളിത്തീൻ കവർ, ചില്ല് ഗ്ലാസ്സിലെടുത്ത് ശുദ്ധജലം, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു പരീക്ഷണം ഇതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കാൻ പറയുന്നുണ്ട്. നോക്കി, ബട്ടർ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രകാശം നന്നായിട്ട് കടത്തിവിടും അല്ലെ. ജനൽ ചില്ലാണെന്നുണ്ടെങ്കിൽ പ്രകാശം നന്നായിട്ട് കടത്തിവിടും. ഒന്ന് നോക്കിയേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളുണ്ട്, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളുണ്ട് അല്ലേ. ഇതിന് നമുക്കൊരു ടേം ആയിട്ട് നമ്മൾ പറയും എന്താണ്, പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കൾ എന്ന് പറയുന്നു സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു. ഇനി പ്രകാശം ഭാഗികമായി കടത്തിവിടാണെന്നുണ്ടെങ്കിലോ അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് പറയും. പ്രകാശം ഭാഗികമായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളെയാണ് അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇനി പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളുണ്ടല്ലോ, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെയാണ് അധാര്യ വസ്തുക്കൾ
എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്, പ്രകാശം നന്നായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെയാണ് അധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, സുതാര്യ വസ്തുവിനെ അധാര്യമാക്കാം. എന്താണ് സുതാര്യ വസ്തു എന്ന് വെച്ചാൽ എന്താണ്, പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം അധാര്യമാക്കാന്ന് വെച്ചാലോ, പ്രകാശം കടത്തിവിടാതിരിക്കാം, അതല്ലേ ഉദ്ദേശിക്കുന്നത്. സുതാര്യമായ ഒരു ഗ്ലാസ് ഷീറ്റ് അർദ്ധധാര്യമോ അധാര്യമോ ആക്കാൻ സാധിക്കോ, എങ്ങനെയാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സുതാര്യമായ ഒരു ഗ്ലാസ് ഷീറ്റിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ കരി പിടിപ്പിച്ച് നോക്കൂ അല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. ഒരു നന്നായിട്ട് പ്രകാശം കടത്തിവിടുന്ന ഒരു ഗ്ലാസ് ഷീറ്റോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അത് നിറയെ എന്താണ് പൊടിയോ അല്ലെങ്കിൽ കരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പ്രകാശം കടത്തിവിടോ ഇല്ല അല്ലേ. ഗ്ലാസ് ഷീറ്റിൽ കൂടുതൽ കരി പറ്റുമ്പോൾ വെളിച്ചം കടത്തിവിടുന്ന സ്വഭാവത്തിന് എന്ത് സംഭവിക്കും, കടത്തിവിടില്ല അല്ലേ, കടത്തിവിടില്ല അല്ലേ. ഇനി ഗ്ലാസ് ഷീറ്റിനെ അർദ്ധധാര്യമോ അധാര്യമോ ആക്കാൻ മറ്റെന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം. എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം, ഒരെണ്ണം നമ്മൾ പറഞ്ഞു, എന്താണ്, കരി ഇങ്ങനെ ആയാൽ മതി. ഗ്ലാസ് ഷീറ്റിൽ കൂടുതൽ കരി പറ്റി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചം പ്രകാശം കടത്തിവിടാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പെയിന്റ് ഉപയോഗിച്ചിട്ട് പെയിന്റ് ഒന്ന് അടിച്ചു നോക്കി പെയിന്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രകാശം കടത്തിവിടോ ഇല്ല. അതുപോലെ തന്നെ ലോഹം പൂശാണെങ്കിലോ പ്രകാശം കടത്തിവിടില്ല. ഇനി ഗ്ലാസ്സിനെ കരി പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, ഫ്രോസ്റ്റഡ് സ്പ്രേ ഉണ്ട് അല്ലേ, ഈ ഒരു സ്പ്രേ ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാണാനായിട്ട് സാധിക്കില്ല, ഈ പ്രകാശം കടത്തിവിടുന്നത് കാണാനായിട്ട് സാധിക്കില്ല. ഇനി നെക്സ്റ്റ്, ശുദ്ധജലം സുതാര്യമാണെന്ന് കണ്ടല്ലോ, വായു സുതാര്യമാണോ. ശുദ്ധജലം സുതാര്യമാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു, പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുവാണ്, അതിനാൽ തന്നെ സുതാര്യമാണെന്ന് പറഞ്ഞു. ഇനി വായു എന്ന് പറയുന്നത് സുതാര്യമാണോ, വായു എന്ന് പറയുന്നത് സുതാര്യമാണോ, സുതാര്യമാണ് അല്ലേ, സുതാര്യമാണ്. ശുദ്ധജലവും വായുവും അർദ്ധധാര്യമാക്കാൻ നമുക്ക് സാധിക്കുമോ, രണ്ടും അർദ്ധധാര്യമാക്കാൻ സാധിക്കുമോ, നമുക്ക് നോക്കി നോക്കാം. കഴിയും. എങ്ങനെയാണ് കഴിയുക, ഇങ്ങനെ അർദ്ധധാര്യമാക്കാനായിട്ട് കഴിയുക, നോക്കി നോക്കിയേ. മഷിയും ചന്ദനത്തിരിയും ഈ പ്രവർത്തനം ചെയ്യാൻ ഞങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ, മഷിയും ചന്ദനത്തിരിയും ഈ പ്രവർത്തനം ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇവിടെ നോക്കി നോക്കിയേ, ഇവിടെ ഒരു ശുദ്ധജലം എടുത്തിട്ടുണ്ട്, അതിൽ നമ്മൾ കളറ് അല്ലെങ്കിൽ മഷി എങ്ങാനും ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രകാശം കടത്തിവിടില്ല അല്ലേ, അല്ലെങ്കിൽ എന്താണ്, പ്രകാശം ഭാഗികമായിട്ട് എങ്ങാനായിരിക്കും കടത്തിവിടുന്നതിനായിരിക്കാം. അതുപോലെ തന്നെ നോക്കി, ചന്ദൻ തിരി ഒരു വായുവിൽ എങ്ങനെയാണെന്നാണ് പറയുന്നത്, ചന്ദൻ തിരി നന്നായിട്ട് പുകയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് പ്രകാശം കടത്തിവിടുന്നത് കുറവായിട്ട് തോന്നും അല്ലേ. അങ്ങനെ മറ്റെന്തെല്ലാം വസ്തുക്കൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നിങ്ങൾ കണ്ടെത്തിയ വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷണം ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ശുദ്ധജലവും വായു അർദ്ധധാര്യമാക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, മഷി ചേർത്താലേ, അതുപോലെ തന്നെ പാൽ ചേർത്താലേ, കളിമണ്ണ് ചേർത്താലേ, കളർ ചേർത്താലേ, രാസവസ്തുക്കൾ ചേർത്താലൊക്കെ എന്താണ്, ശുദ്ധജലത്തെ എന്താ ചെയ്യാനായിട്ട് പറ്റും, അർദ്ധധാര്യമാക്കാനായിട്ട് സാധിക്കും. ഇനി വായുവിനെ എങ്ങനെയാണ് അർദ്ധധാര്യമാക്കി മാറ്റാം, നമ്മൾ പറഞ്ഞു ചന്ദൻ തിരി ഉപയോഗിച്ചിട്ട്. അതുപോലെ തന്നെ പുകയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, വായുവിനെ അർദ്ധധാര്യമാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, വസ്തുക്കളുടെ സുതാര്യതയും അധാര്യതയും നിത്യജീവിതത്തിൽ. വിവിധ വസ്തുക്കൾ പ്രകാശം കടത്തിവിടുന്നതിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കി. വസ്തുക്കളുടെ അധാര്യതയും സുതാര്യതയും എങ്ങനെയെല്ലാമാണ് നമുക്ക് പ്രയോജനം ചെയ്യുന്നത്. റീഫിൽ പാനിൽ മഷി തീർന്നോ എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് മനസ്സിലാക്കുക, എന്ത് ചെയ്യുക, ഈ പാനയുടെ റീഫിൽ എന്ന് പറയുന്നത് എന്താണ്, സുതാര്യമായിരിക്കും, നമുക്കതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ അല്ലേ. പ്രകാശം കടത്തിവിടുന്ന കാര്യം തന്നെ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റീഫിൽ നോക്കൂലേ, എന്നിട്ട് നോക്കുക ട്യൂബിൽ എന്താ മഷി കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മഷി കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മഷിയുടെ അളവ് നോക്കിയിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി സുതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ. സുതാര്യ വസ്തുക്കൾ ഏതിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്, കണ്ണടയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺട്രാക്ട് ലെൻസ്, ലബോറട്ടറി ഉപകരണങ്ങളിൽ, അക്വേറിയങ്ങളിൽ, പിന്നെ എന്താണ്, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് ലെൻസുകളിലൊക്കെ എന്താണ്, സുതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കണ്ണട, കോൺട്രാക്ട് ലെൻസ്, ലബോറട്ടറി ഉപകരണങ്ങൾ, അക്വേറിയങ്ങൾ, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ലെൻസുകൾ എന്നിവയിലൊക്കെ എന്താണ്, സുതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ്, അർദ്ധധാര്യ വസ്തുക്കളാണെന്നുണ്ടെങ്കിൽ ലാമ്പ് ഷെയ്ഡ്, ജനൽ ചില്ല്, എണ്ണ പുരട്ടിയ പേപ്പർ, പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ എന്താണ്, അർദ്ധധാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ്. ഇതൊക്കെയാണ് ലാമ്പ് ഷെയ്ഡ്, ജനൽ ചില്ലുകൾ, അതുപോലെ എണ്ണ പുരട്ടിയ പേപ്പർ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എന്നിവ അർദ്ധധാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ്. ഇനി അധാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്, മതില്, കണ്ണാടി, കതകുകള്, വസ്ത്രങ്ങള്, ബ്ലാക്ക് ബോർഡ് ഒക്കെ എന്താണ്, അധാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ്.
നെക്സ്റ്റ് ഇവിടെ നോക്കിയ അദൃശ്യനായ മനുഷ്യൻ. ഇംഗ്ലീഷ് സാഹിത്യകാരനായ H.G. വെൽസിന്റെ പ്രശസ്തമായ ശാസ്ത്ര സാങ്കല്പിക നോവലാണ് ദ ഇൻവിസിബിൾ മാൻ. ഓക്കെ, ദ ഇൻവിസിബിൾ മാൻ ആരുടേതാണ്? H.G. വെൽസിൻ്റെതാണ് അല്ലെ, വെൽസിൻ്റെതാണ് ഇൻവിസിബിൾ മാൻ. നോവലിലെ കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ. താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി ഗ്രിഫിന്റെ ശരീരം സുതാര്യമായി മാറുന്നു. ഇങ്ങനെ അദൃശ്യമായി മാറിയ ഗ്രിഫിന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. ഇനി മനുഷ്യ ശരീരം സുതാര്യമായിരുന്നെങ്കിലോ, സുതാര്യമായ മനുഷ്യനായ ജീവിയൊക്കെ എന്ന കഥാപാത്രങ്ങളായിട്ടൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. നെക്സ്റ്റ്, തിരിച്ചു വരുന്ന പ്രകാശം. ചില വസ്തുക്കൾ സുതാര്യമാണെന്നും ചിലത് അധാര്യമാണെന്നും നാം മനസ്സിലാക്കി. അധാര്യ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ക്ലാസ് മുറിയുടെ ജനലും വാതിലും അടച്ച് പ്രകാശം കുറയ്ക്കും. ഒരു കണ്ണാടി ചുമരിന് അഭിമുഖമായി പിടിച്ച ടോർച്ചിൽ നിന്നുള്ള പ്രകാശം അതിൽ പതിപ്പിച്ചു നോക്കൂ. പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു? പ്രകാശരശ്മികൾ കണ്ണാടിയിൽ തട്ടി ചുവരിൽ വന്ന് പതിച്ചത് കണ്ടില്ലേ? താഴെ പറയുന്ന വസ്തുക്കൾ ചുവരിനെ അഭിമുഖമായി ഉപയോഗിച്ച് ടോർച്ചൊക്കെ ഉപയോഗിച്ചിട്ട് പ്രകാശം പ്രതിഫലിപ്പിച്ച് പരീക്ഷണം ആവർത്തിക്കാനൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക? മുഖം നോക്കുന്ന കണ്ണാടി ആണെങ്കിൽ പ്രകാശം നന്നായിട്ട് തിരിച്ചു പോകും. ഇനി പേപ്പർ ആണെന്നുണ്ടെങ്കിൽ പ്രകാശം വളരെ കുറച്ച് മാത്രമാണ് തിരിച്ചു പോകുന്നുള്ളൂ. മിനുസമുള്ള ടൈലാണെങ്കിലോ പ്രകാശം നന്നായിട്ട് തിരിച്ചു പോകും. മിനുസമുള്ള ടൈലാണെങ്കിൽ പ്രകാശം നന്നായിട്ട് തിരിച്ചു പോകും. ഇനി മിനുസമുള്ള ടൈൽ നമ്മൾ പറഞ്ഞു. ഇനി പുതിയ സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിലും പ്രകാശം നന്നായി തിരിച്ചു പോകും. ഓടാണെങ്കിൽ പ്രകാശം കടന്നു പോകുമോ? പ്രകാശം നന്നായിട്ട് തിരിച്ചു പോകും. ഹാർഡ് ബോർഡ് ആണെങ്കിൽ പ്രകാശം തിരിച്ചു പോകില്ല. ഇനി പേപ്പർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? പ്രകാശം വളരെ കുറച്ച് മാത്രം തിരിച്ചു പോകും. ഇനി മരക്കട്ടയാണെങ്കിലോ പ്രകാശം തിരിച്ചു പോകുന്നില്ല. ഇനി നെക്സ്റ്റ്, പ്രകാശത്തിന്റെ പ്രതിപതനം. എന്താണ് പ്രകാശത്തിന്റെ പ്രതിപതനം? പ്രതിപതനം എന്ന് വെച്ചാൽ എന്താണ്? പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിന്റെ പ്രതിപതനം. പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് പറയുന്നത്. ഓക്കെ, ചുമരിലേക്ക് പ്രകാശം നന്നായി പ്രതിപതിപ്പിക്കുന്ന വസ്തുക്കളുടെ പ്രതലം സ്പർശിച്ചു നോക്കൂ. എന്താണ് അനുഭവപ്പെടുന്നത്? ചുമരിലേക്ക് നന്നായിട്ട് പ്രകാശം പ്രതിപതിപ്പിക്കുന്ന വസ്തുക്കളുടെ പ്രതലം സ്പർശിച്ചു നോക്കിയാൽ എന്താണ് അനുഭവപ്പെടുക? മിനുസമുള്ള വസ്തുക്കൾ പ്രകാശം നന്നായിട്ട് ചുമരിലേക്ക് പ്രതിപതിപ്പിക്കും. എന്നാണ് മിനുസമുള്ള വസ്തുക്കൾ പ്രകാശം നന്നായിട്ട് ചുമരിലേക്ക് പ്രതിപതിപ്പിക്കാം. ഇനി പ്രകാശം നന്നായി പ്രതിപതിപ്പിക്കാത്ത വസ്തുക്കളുടെ പ്രതലമാണെന്നുണ്ടെങ്കിലോ? പ്രകാശം നന്നായിട്ട് പ്രതിപതിപ്പിക്കാത്ത വസ്തുക്കളുടെ പ്രതലമാണെന്നുണ്ടെങ്കിൽ പരിപരുത്ത പ്രതലങ്ങളിലാണെന്നുണ്ടെങ്കിൽ പ്രകാശത്തെ ചുമരിലേക്ക് നന്നായിട്ട് പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല. അതായത് മിനുസമുള്ള വസ്തുക്കൾ പ്രകാശം ചുമരിലേക്ക് നന്നായി പ്രതിപതിപ്പിക്കുന്നുവെന്നും പരുപരുത്ത പ്രതലമുള്ള വസ്തുക്കളിൽ പ്രകാശം പ്രതിപതിപ്പിക്കുന്നത് കുറവാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി പരുപരുത്ത പ്രതലങ്ങൾ ചുമരിലേക്ക് പ്രതിപാദിച്ച പ്രകാശത്തിന്റെ അളവ് കുറഞ്ഞു പോയത് എന്തുകൊണ്ടാണ്? മുഖം നോക്കുന്ന കണ്ണാടിയിലും സാൻഡ് പേപ്പറിലും പ്രകാശം പതിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രതിപതനമാണ് താഴെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. നോക്കാം. മുഖം നോക്കുന്ന കണ്ണാടിയിൽ പ്രകാശം പ്രതിപദിക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി ക്രമമായിട്ട് പ്രതിപദിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? പ്രകാശം ക്രമമായിട്ട് പ്രതിപദിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ക്രമമായിട്ടാണ് പ്രതിപദിക്കുന്നത്. ഇനി സാൻഡ് പേപ്പറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ കാണുന്നത്? പല ദിശകളിലേക്കും ചിതറിപ്പോകുന്നത് കാണാനായിട്ട് സാധിക്കുന്നില്ലേ? പല ദിശകളിലേക്കും ചിതറിപ്പോകുന്നത് കാണാനായിട്ട് സാധിക്കും. അതായത് ക്രമപ്രതിപതനമുണ്ട്, വിസരിത പ്രതിപതനമുണ്ട്. മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കും. ഇതിനെയാണ് ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. ഇനി പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളെയാണ് എന്ന് പറയുന്നത് ദർപ്പണങ്ങൾ. ഓക്കെ, പ്രകാശത്തെ പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങൾ
ദർപ്പണങ്ങൾ വെച്ചെന്നാണ് പ്രകാശത്തെ ക്രമമായിട്ട് പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളെയാണ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കും. ഇതാണ് വിസരിത പ്രതിപതനം. അപ്പോൾ ക്രമപ്രതിപതനം എന്ന് വെച്ചാൽ മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായിട്ട് പ്രതിപദിക്കും. ഇതിനെയാണ് ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ദർപ്പണങ്ങൾ. ഇനി വിസരിത പ്രതിപതനം എന്ന് വെച്ചാൽ മിനുസമല്ലാത്ത, അതായത് പരിപരുത്ത പ്രതലങ്ങളിലൊക്കെ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കും. ഇതിനെയാണ് വിസരിത പ്രതിപതനം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി പ്രകാശം പ്രതിപദിക്കുമ്പോൾ ചുമരിലെ ഒരു സ്ഥാനത്തേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരു പന്ത് തട്ടി നോക്കാം. ചുമരിൽ തട്ടി പന്ത് തിരിച്ചു വരില്ലേ? എപ്പോഴും ഒരേ രീതിയിലാണ് അത് തിരിച്ചു വരുന്നത്. ഇതുപോലെ കണ്ണാടിയിൽ പതിക്കുന്ന പ്രകാശരശ്മികളും തിരിച്ചു വരുന്നതിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ നമുക്ക് നോക്കാം. ഒരു കണ്ണാടിയുടെ മുന്നിൽ 2 ബെഞ്ചിലായിട്ട് 4 കുട്ടികൾ ഒരേ അകലത്തിൽ ഇരിക്കുന്നുണ്ട്. ഒന്നാമതിരിക്കുന്ന കുട്ടി രണ്ടാമതും മൂന്നാമതിരിക്കുന്ന കുട്ടികളെ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഒന്നാമതിരിക്കുന്ന കുട്ടി പറയുന്നുണ്ട്, ഞാൻ റിയയാണ് കാണുന്നതെന്നല്ലേ, ഈ റിയയാണ് കാണുന്നതെന്ന് പറഞ്ഞു. എന്നാൽ അല്ല, മേഘയാണ് കണ്ണാടിയുള്ളതെന്ന് നിഖിൽ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പലരും പല കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. ഓരോരുത്തരും പല പല കുട്ടികളെയാണ് കാണപ്പെടുന്നതെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവർക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇതുപോലെ തന്നെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് പരീക്ഷണത്തിൽ എന്താ പറയുന്നത് നോക്കിയേ. ചെറിയ കണ്ണാടി കഷ്ണം, ഒരു പ്രൊട്രാക്ടർ ഉണ്ട്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പെട്ടി ഉണ്ട്, ഡബിൾ സൈഡ് ലാപ്പ് ഉണ്ട്, ലേസർ ടോർച്ച്, ചന്ദൻ തിരി, തീപ്പെട്ടിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട് അല്ലേ. ചെറിയൊരു കണ്ണാടി കഷ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് 90 ഡിഗ്രിയിൽ കണ്ണാടിയിലേക്ക് ഒരു ലംബരേഖ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ലംബരേഖ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രിയിൽ ലംബരേഖ വരച്ചിട്ട് ഈ ലേസർ ടോർച്ച് ഉണ്ടല്ലോ, അതുപോലെ ഓരോ കോണിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് കാണാനായിട്ട് സാധിക്കാം. അപ്പോൾ ടോർച്ചിൽ നിന്നുള്ള പ്രകാശരശ്മിക്ക് ലംബത്തിനും ഇടയിലുള്ള കോണളവ് 40 ഡിഗ്രി ആണെങ്കിൽ തിരിച്ചു വരുന്ന പ്രകാശരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണളവ് എത്രയായിരിക്കും? 40 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി 55 ഡിഗ്രി ആണെങ്കിലോ 55 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി 70 ഡിഗ്രി ആണെങ്കിലോ 70 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പം ഇത് ഈ ഒരു ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് എത്രാം ക്ലാസ്സിലാണ്? 8ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ ദർപ്പണം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ. ആ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ സംഭവം തന്നെ, ഇതേ പരീക്ഷണം തന്നെ, ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർപ്പണത്തിൽ പതിച്ച പ്രകാശരശ്മിയും പ്രതിപതന രശ്മിയും കണ്ടല്ലോ, അവയുടെ രേഖാചിത്രം നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ഇതാണ്. നോക്കി, പതനരശ്മി പതിക്കുന്നുണ്ട്, അവിടെ ഉണ്ടാകുന്ന കോണാണ് പതനകോൺ അല്ലേ. അതായത് ലംബത്തിനും പതനരശ്മിക്കും ഇടയിലുള്ള കോണാണ് പതനകോണ്. ഇനി നോക്കി, ലംബത്തിനും അതുപോലെ തന്നെ പ്രതിപതന രശ്മിക്കും ഇടയിലുള്ള കോണാണ് പ്രതിപതനകോണ് അല്ലേ. ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി എന്ന് പറയുന്നത്. ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി എന്ന് പറയുന്നത്. ഇനി പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതനബിന്ദു. ഇത് പതിക്കുന്ന ഒരു ബിന്ദു ഉണ്ടല്ലോ, അതിനെയാണ് എന്ന് പറയുന്നത് പതനബിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി എന്ന് പറഞ്ഞു, പതനരശ്മി എന്ന് പറഞ്ഞു. പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവിനെയാണ് പതനബിന്ദു എന്ന് പറയുന്നത്. ഇനി പതനബിന്ദുവിൽ ദർപ്പണത്തിന് ലംബമായിട്ട് വരയ്ക്കുന്ന രേഖയാണ്, ഇങ്ങനെ ലംബമായിട്ട് വരയ്ക്കുന്ന രേഖയാണ് എന്ന് പറയുന്നത് ലംബം എന്ന് പറയുന്നത്. ഇനി പ്രകാശം പതനബിന്ദുവിൽ തട്ടിയിട്ട്, ഇതാണ് പതനബിന്ദു എന്ന് പറയുന്നത്. ഈ പതനബിന്ദുവിൽ തട്ടിയിട്ട് തിരിച്ചിങ്ങനെ പോകുന്നുണ്ടല്ലോ, അങ്ങനെ തിരിച്ച് വരുന്ന രശ്മിയാണ് പ്രതിപതന രശ്മി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ, ഇവിടെ വരെ ക്ലിയർ ആണല്ലോ. എന്താ പറഞ്ഞത്? നമ്മൾ പ്രകാശം ഇങ്ങനെ പതിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ന് പറയുന്നു പതനരശ്മി എന്ന് പറയുന്നു. ഇത് പതിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതാണ് പതനബിന്ദു എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ലംബമായിട്ട് വരയ്ക്കുന്ന ഒരു രേഖ ഉണ്ടെങ്കിൽ അതിനെ ലംബം എന്ന് പറയുന്നു. ഇനി പ്രകാശം തിരിച്ചു പോവുകയാണെങ്കിൽ അതിനെ പ്രതിപതന രശ്മി എന്ന് പറയുന്നു. ഇനി പതനകോൺ എന്ന് വെച്ചാൽ അപ്പോൾ എന്തായിരിക്കും? ഈ പതനരശ്മിക്കും ഈ ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോണ് അല്ലേ. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോണ്. പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതനകോണ്. ക്ലിയർ ആണല്ലോ. ഇനി പ്രകാശത്തിന്റെ പ്രതിപതന നിയമങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ തലം എന്നൊരു ആശയം കൂടി അറിയേണ്ടതുണ്ട്. തലം എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ പരസ്പരം ഇറക്കി വെച്ച 2 കടലാസുകൾ 2 തലങ്ങളിലാണുള്ളത്. നിങ്ങളുടെ ക്ലാസ് മുറിയിലെ ഓരോ ചുമരും ഓരോ തലമാണ്. തലങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പ്രതിപതന നിയമങ്ങൾ? എന്താണ്? പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. അതായത് 30 ഡിഗ്രിയാണ് പതനകോൺ എന്നുണ്ടെങ്കിൽ എന്താണ്? പ്രതിപതനകോണും 30 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി പതനരശ്മിയും പ്രതിപതന രശ്മിയും പതനബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തരത്തിലായിരിക്കും. പതനരശ്മി പ്രതിപതന രശ്മി പതനബിന്ദു, പതനവുമായി അല്ലേ, പതനരശ്മി പ്രതിപതന രശ്മി അതുപോലെ തന്നെ പതനബിന്ദു എന്താണ്? ഒരേ തരത്തിലായിരിക്കും. നെക്സ്റ്റ് പ്രകാശവും കാഴ്ചയും. എങ്ങനെയാണ് കാഴ്ച കാണുന്നതെന്നാണ്, കണ്ണ് കാണുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് 10ാം ക്ലാസ്സിലെ SCRT ചാപ്റ്ററിൽ പറയുന്നുണ്ട് കേട്ടോ.
ഓക്കെ. അപ്പം എങ്ങനെയാണ് നാം വസ്തുക്കളെ കാണുന്നത്? എങ്ങനെയാണ് വസ്തുക്കളെ കാണുന്നത്? ബൾബിൽ നിന്നുള്ള പ്രകാശം പുസ്തകത്തിൽ തട്ടി പ്രതിപതിച്ച് കണ്ണിലെത്തുമ്പോഴാണ് നാം പുസ്തകത്തെ കാണുന്നത്. പുസ്തകത്തെ എങ്ങനെയാണ് കാണുന്നത്? ബൾബിൽ നിന്നുള്ള പ്രകാശം പുസ്തകത്തിൽ തട്ടിയിട്ട് പ്രതിപതിച്ചിട്ട് കണ്ണിലേക്ക് എത്തുമ്പോഴാണ് എന്ത് കാണുന്നത്? നമുക്ക് പുസ്തകത്തെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ പ്രകാശിക്കുന്ന ബൾബ് നാം കാണുന്നത് അതിന്റെ പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴല്ലേ. അതാ നമുക്ക് ഈ ബൾബ് കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ ബൾബ് നോക്കുമ്പോഴാണ് നമുക്ക് നേരെ കാണുന്നത് അല്ലേ. എന്നാൽ നമുക്കൊരു പുസ്തകം കാണുന്നുണ്ടെങ്കിൽ ഈ പ്രകാശം പുസ്തകത്തിൽ തട്ടിയിട്ട് തിരിച്ചു വരണം, നമ്മുടെ കണ്ണിലേക്ക് തിരിച്ചു വരണം. എന്നാലാണ് നമുക്ക് പുസ്തകത്തെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എങ്ങനെയാണ് നാം വസ്തുക്കളെ കാണുന്നത്? ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ്. എന്നാൽ പ്രകാശ സ്രോതസ് നമുക്ക് കാണാൻ, അതായത് ഇപ്പോൾ ബൾബ് എന്ന് പറയുന്നത് ഒരു പ്രകാശ സ്രോതസ്സാണ് അല്ലേ. നമുക്ക് പ്രകാശം ലഭിക്കുന്ന ആ ഒരു ഇതാണ് ബൾബ് എന്ന് പറയുന്നത്. ആ ഈ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് നേരിട്ട് പ്രകാശം എത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെല്ലാം നമുക്ക് ഏതെങ്കിലും ഒരു വസ്തു കാണണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ പ്രകാശ സ്രോതസ്, ഇപ്പോൾ ജസ്റ്റ് സൂര്യപ്രകാശമാണെങ്കിലോ അല്ലെങ്കിൽ ബൾബാണെങ്കിലോ അവിടെ നിന്ന് വരുന്ന ലൈറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ ഒരു പ്രകാശം വസ്തുക്കളിൽ തട്ടിയിട്ട് തിരിച്ച് നമ്മുടെ കണ്ണിലേക്ക് വരണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ വസ്തുക്കളെ കാണാനായിട്ട് സാധിക്കുള്ളൂ. മനോഹരമായ ധാരാളം കാഴ്ചകൾ നാം ദിവസം കാണുന്നതാണ് അല്ലേ. ഇനി സമതല ദർപ്പണവും പ്രതിബിംബവും. സ്വന്തം മുഖം കാണാൻ നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് സ്വന്തം മുഖം കാണാനായിട്ട് കഴിയാത്തത്? കാരണം എന്താണ്? പ്രകാശം പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം വസ്തുക്കളെ കാണുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ മുഖത്ത് തട്ടി പ്രതിപതിക്കുന്ന പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തോ? പ്രതിപതിക്കുന്ന പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നുണ്ടോ? മുഖം കാണുവാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? നാം പറഞ്ഞു സമതല ദർപ്പണമാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ദർപ്പണത്തിന് മുഖം കാണുമ്പോൾ പ്രകാശം എവിടെയെല്ലാം തട്ടി പ്രതിപതിച്ചാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്? എവിടേക്ക് തട്ടിയിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയൊക്കെ തട്ടിയിട്ടായിരിക്കും കണ്ണിലേക്ക് എത്തുന്നുണ്ടായിരിക്കാം? ഇപ്പൊ നമുക്ക് സൂര്യപ്രകാശം നോക്കി സൂര്യൻ. ഓക്കെ, നമ്മൾ മുഖം കാണുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഒരു മുഖം കാണാൻ വേണ്ടിയിട്ട് നാം ഉപയോഗിക്കുന്ന ഉപകരണമാണ് കണ്ണാടി അല്ലേ. അവിടെ നമുക്ക് സമതല ദർപ്പണമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ദർപ്പണത്തിന്റെ മുഖം കാണുമ്പോൾ പ്രകാശം എവിടെയൊക്കെ തട്ടിയിട്ടായിരിക്കും എത്തുന്നുണ്ടായിരിക്കാം? സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഉണ്ട് കാണുന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ എവിടേക്ക് എത്തും? മുഖത്തെത്തും. പിന്നീട് ഇത് പ്രതിപതിച്ചിട്ടുള്ള പ്രകാശം കണ്ണാടിയിലേക്ക് എത്തും. അതിനുശേഷം പ്രതിപതിക്കുന്ന ഈ പ്രകാശം കണ്ണിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ സൂര്യന്റെ പ്രകാശം മുഖത്തിലേക്ക് എത്തി, മുഖത്തിൽ നിന്ന് പ്രതിപതിക്കുന്ന പ്രകാശം കണ്ണാടിയിലേക്ക് എത്തി, അതിനുശേഷമാണ് പ്രതിപതിക്കുന്ന ആ പ്രകാശം കണ്ണിലേക്ക് എത്തി. ഓക്കെ, ഇനി കണ്ണാടി കൂടാതെ മറ്റേതെല്ലാം പ്രതലങ്ങളിൽ നിങ്ങൾക്ക് മുഖം കാണാനായിട്ട് സാധിക്കും? ഇതൊക്കെ പുതിയ സ്റ്റീൽ പ്ലേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുഖം കാണാനായിട്ട് സാധിക്കും അല്ലേ. തെളിഞ്ഞ നിശ്ചലമായ ജലം നോക്കുകയാണെന്നുണ്ടെങ്കിലോ കാണാനായിട്ട് സാധിക്കും. പോളിഷ് ചെയ്ത ടൈലാണെന്നുണ്ടെങ്കിലോ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ചിത്രങ്ങൾ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേതാണ് സമതല ദർപ്പണം. സമതല ദർപ്പണം എന്ന് വെച്ചാൽ എന്താണ്? ഉപരിതലം നിരപ്പായ ദർപ്പണത്തെയാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത് അല്ലേ. ഈ ദർപ്പണങ്ങളുടെ ഉപരിതലത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? സമതല ദർപ്പണമാണെന്ന് പറഞ്ഞു. ഇവിടെ ഉപരിതലം നിരപ്പായിട്ടുള്ള ദർപ്പണമാണ് സമതല ദർപ്പണം. സമതല ദർപ്പണത്തിൽ നമ്മുടെ പ്രതിബിംബം കാണാനായിട്ട് കഴിയുന്നു. ഒരു സമതല ദർപ്പണത്തിന് മുന്നിൽ നിന്ന് ഇടത് കൈ ഉയർത്തി നോക്കൂ. പ്രതിബിംബത്തിന്റെ ഏത് കൈയാണ് ഉയരുന്നത്? വെള്ള പേപ്പറിൽ ഇംഗ്ലീഷ് വലിയ അക്ഷരത്തിൽ നിങ്ങളുടെ പേര് എഴുതി ദർപ്പണത്തിന് മുന്നിൽ കാണിച്ചാൽ എന്താണ്? നേരെ തിരിഞ്ഞിട്ടാണ് അല്ലേ കാണാനായിട്ട് സാധിക്കുക. അതായത് നമ്മൾ എന്താ പറയുന്നത് നോക്കി ബേസിക് ആയിട്ട് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ആംബുലൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആംബുലൻസ് എന്ന് പറയുന്നത് എന്താണ്? തിരിച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടായിരിക്കുക. പക്ഷെ നമ്മുടെ കണ്ണാടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനങ്ങളിൽ കണ്ണാടിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആംബുലൻസ് എന്ന് വായിക്കാനായിട്ട് സാധിക്കും അല്ലേ, കാണാനായിട്ട് സാധിക്കും. അതെന്തുകൊണ്ടാണ്? വാഹനത്തിന്റെ മുൻവശത്തെ ആംബുലൻസ് എന്ന വാക്ക് വിപരീതമായിട്ട് എഴുതിയിരിക്കുമ്പോൾ നമ്മുടെ മറ്റൊരു വാഹനത്തിന്റെ റിയർ മിററിലൂടെ നോക്കുമ്പോൾ നമുക്ക് പാർശ്വിക വിപര്യം കാരണമാണ് ഇത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്താണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്? എന്താണ് നോക്കാം. സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായിട്ടും കാണുന്നു. ഓക്കെ, എന്താണ്? സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന് ഇടതുഭാഗമായിട്ടും ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായിട്ടും കാണും. ഇതിനെയാണ് പറയുന്നത് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രതിബിംബത്തിന്റെ അകലം.
സമതല ദർപ്പണത്തിന് മുന്നിൽ നിൽക്കാൻ നിങ്ങളുടെ പ്രതിബിംബം എത്ര അകലെയാണ് കാണുന്നത്. നമ്മൾ മുന്നിലേക്കും പിന്നിലേക്കും പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രതിബിംബത്തിന്റെ സ്ഥാനവും മാറുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ സമതല ദർപ്പണത്തിന് പകരമായിട്ട് ജനൽ ചില്ലുകളായിട്ട് ഉപയോഗിക്കുന്ന റിഫ്ലെക്സീവ് ഗ്ലാസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കറക്റ്റ് അളന്ന് നോക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പരീക്ഷണം നമുക്ക് തന്നിട്ടുണ്ട്. എന്തിട്ടാണ് റിഫ്ലക്റ്റീവ് ഗ്ലാസ് ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് മേശപ്പുറത്ത് കുത്തിരി നിർത്താം. എന്നിട്ട് ഒരു A4 പേപ്പർ നെടുകെ കയറി 2 കഷ്ണങ്ങളാക്കുക. തുല്യ അകലത്തിൽ വെച്ചിട്ട് 5 വരക്കങ്ങൾ എഴുതാം. അതുപോലെ തന്നെ ഒരു മെഴുകുതി കത്തിച്ച് നോക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് അറിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ എന്താണ്, സമതല ദർപ്പണത്തിന്റെ പ്രത്യേകതകളാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ വലിപ്പം നോക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് കണ്ണാടിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അതേ വലിപ്പം തന്നെയായിരിക്കും കണ്ണാടിയിൽ നമ്മുടെ അല്ലേ, നമുക്ക് കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും അല്ലേ, കാണാനായിട്ട് സാധിക്കില്ല അല്ലേ. അതുപോലെ തന്നെ അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ അതേ വലിപ്പം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. നമുക്ക് പ്രധാനമായിട്ടുള്ള പോയിന്റ്സ് നോക്കാം. പ്രതിബിംബത്തിന് പാർശ്വിക ഉപരിയും സംഭവിച്ചിരിക്കും. അതുപോലെ തന്നെ സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. എന്താണ്, സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലിപ്പവും അതുപോലെ തന്നെ പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. നെക്സ്റ്റ്, പ്രതിബിംബങ്ങളുടെ എണ്ണം. സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ നമ്മൾ പറഞ്ഞു. ഒരു സമതല ദർപ്പണത്തിന് മുന്നിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ ഒരു പ്രതിബിംബമാണ് നമുക്ക് കാണുന്നത്. എന്നാൽ 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ ഒരു മെഴുകുതിരി കത്തിച്ചാൽ നമുക്ക് എത്ര എണ്ണം കാണാനായിട്ട് സാധിക്കും? 2 എണ്ണം കാണാനായിട്ട് സാധിക്കില്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതിബിംബം കാണുന്നത്? കാരണം എന്താണ്, അവിടെ കുറെ പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് കാരണമാണ് ആവർത്തന പ്രതിപതനം മൂലമാണ്. എന്താണ് ആവർത്തന പ്രതിപതനം എന്ന് വെച്ചാൽ അഭിമുഖമായി വരച്ച 2 ദർപ്പണങ്ങളിൽ മെഴുകുതിരിയുടെ അനേകം പ്രതിബിംബങ്ങൾ കാണാനായിട്ട് സാധിച്ചത് പ്രകാശത്തിന്റെ ആവർത്തിച്ചുള്ള പ്രതിപതനം മൂലമാണ്. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കി ബാർബർ ഷോപ്പിൽ നമുക്ക് നമ്മുടെ മുഖം തന്നെ നമുക്ക് കുറേ കാണാനായിട്ട് സാധിക്കും അല്ലേ. അതുപോലെ തന്നെ ഇവിടെ എന്താ ജ്വല്ലറി അതുപോലെ തന്നെ എന്താണ് ബ്യൂട്ടി പാർലറിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതെന്ന് വെച്ചാൽ എന്താണ് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ആവർത്തന പ്രതിപതനം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നിരവധി സന്ദർഭങ്ങളാണ് പറഞ്ഞത്. നെക്സ്റ്റ്, കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും. അപ്പോൾ ഒരു നമുക്ക് പരീക്ഷണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ദർപ്പണങ്ങൾ വിവിധ കോണുകളിൽ ക്രമീകരിച്ചിട്ട് പ്രതിബിംബങ്ങളുടെ എണ്ണം വ്യത്യാസപ്പെടുന്നുണ്ടോ നോക്കാൻ. ഇവിടെ നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കോണളവ് 30 ഡിഗ്രി ആണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ്? 11 ആണ്. കോണളവ് എന്ന് പറയുന്നത് 30 ആണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം 11 ആണ്. 60 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ 5 ആണ്. 90 ഡിഗ്രി ആണെങ്കിൽ 3 ആണ്. 120 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ 2 ആണ്. അതായത് നമുക്ക് കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നതാണ് 360/x-1 ആണ്. കോണളവ് x ആണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം 160/x-1 ആണ്. അതായത് 360 നമുക്ക് 30 നോക്കുകയാണെങ്കിൽ 360/30 - 1 ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും? നോക്കിയേ 3 36. ഇവിടെ നമുക്ക് 12 കിട്ടി. 12 - 1 എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണല്ലേ. ഇപ്പൊ 11 കിട്ടി. ഇനി 360/60 -1 ചെയ്യുകയാണെങ്കിലോ 60 -1 ചെയ്യുകയാണെങ്കിലോ 6 - 1 എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ 360/x-1 ചെയ്താൽ മതി. ഈ ദർപ്പണത്തിലെ മായ കാഴ്ചകൾ, അതായത് ഈ ആവർത്തന പ്രതിപതനം ഉപയോഗിക്കുന്ന നിരവധി സാഹചര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, കാലിഡോസ്കോപ്പിൽ ഉപയോഗിക്കാം. ഈ പരീക്ഷണങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കൂ കേട്ടോ. നെക്സ്റ്റ്, പെരിസ്കോപ്പിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്താണ് കാലിഡോസ്കോപ്പിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ. റോഡിലുള്ള ഈ വലിയ വെളിച്ചം കാരണം രാത്രിയായിട്ടും എനിക്ക് കണ്ണ് കാണാൻ സാധിക്കുന്നില്ലോ, എങ്ങനെയാണ് ഒന്ന് പുറത്തിറങ്ങുന്നത്? അപ്പം നമുക്കറിയാം മൂങ്ങയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ അമിതമായിട്ടുള്ള പ്രകാശം കാരണം മൂങ്ങകൾക്ക് എന്ത് കാണാനായിട്ട് സാധിക്കില്ല? കണ്ണ് കാണാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? അമിതമായ പ്രകാശം കാരണം ഇവയ്ക്ക് ഇര പിടിക്കാൻ പുറത്തിറങ്ങാൻ കഴിയില്ല. ഇത് അവയുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുത്തുന്നതിനും വംശനാശത്തിനും ഇടയാക്കുന്നു. ഇനി ഇതുപോലെ തന്നെ ആഴക്കടലിൽ സഞ്ചരിക്കുന്ന, ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഇടയിൽ മിസ്സായിട്ടുണ്ട്. ആഴക്കടലിൽ സഞ്ചരിക്കുന്ന മുങ്ങിക്കപ്പലുകളിലെ നാവികർക്കും യുദ്ധമുഖത്തെ ട്രെഞ്ചിനുള്ളിൽ ഇരുന്ന് ശത്രുക്കളെ നിരീക്ഷിക്കുന്ന പട്ടാളക്കാർക്കും പെരിസ്കോപ്പ് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? പെരിസ്കോപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് മുങ്ങിക്കപ്പലുകൾ ശത്രുവിനെ കണ്ണിൽ പെടാതെ ജലത്തിന്റെ ഉപരിതലം നിരീക്ഷിക്കാൻ പെരിസ്കോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ശത്രു കപ്പലുകൾ, വിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുന്നതിന് ഇത് സഹായിക്കണം. ഇനി ട്രെഞ്ചിനുള്ളിലിരിക്കുന്ന പട്ടാളക്കാർക്കാണെങ്കിൽ ശത്രുക്കളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനായിട്ട് പെരിസ്കോപ്പുകൾ സഹായിക്കുന്നുണ്ട്. ഇത് വെടിയേൽക്കാനുള്ള സാധ്യതയാണ് കുറയ്ക്കുന്നത്.
നെക്സ്റ്റ് പ്രകാശ മലിനീകരണം ഇരുട്ടിനെ ഇല്ലാതാക്കും വിധം പ്രകാശം വിതറുന്ന ഒട്ടേറെ സ്രോതസ്സുകളുണ്ട് അല്ലേ. നഗരങ്ങളിലും പാർക്കുകളിലും രാത്രി മുഴുവൻ പ്രകാശിച്ച് നിൽക്കുന്ന നിയോൺ ബൾബുകളും മറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇരുട്ടിൽ ഇരതേടുന്ന ഒട്ടേറെ ജീവികൾക്ക് ഈ വെളിച്ചം ദോഷമാകുന്നുണ്ട്. അവരും ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്. തെളിഞ്ഞ രാത്രികളിൽ മാത്രം കാണാവുന്ന പല ആകാശ കാഴ്ചകളും മനുഷ്യർക്ക് നഷ്ടമാകുന്നതിന് കാരണം എന്താണ്? പ്രകാശ മലിനീകരണമാണ് എന്ന് മനസ്സിലായില്ലേ. ഇനി ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നമുക്ക് വായിച്ച് നോക്കാം. എന്താണ്? സുതാര്യ വസ്തുക്കളിന് എക്സാമ്പിൾ തെളിഞ്ഞ ജലം, വായു, പുക നിറച്ച പെട്ടി, മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ ഗാർഡ്. താഴെ കൊടുത്ത പട്ടിക പരിശോധിച്ച് കൂട്ടത്തിൽ പെടാത്തത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സുതാര്യ വസ്തുക്കൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുക നിറച്ച പെട്ടി എന്ന് പറയുന്നതാണ് സുതാര്യ വസ്തുവല്ല. കാരണം എന്താണ്? പ്രകാശം നന്നായി കടത്തിവിടുന്നുണ്ടോ? ഇല്ല. ഇനി അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് വെച്ചാൽ പ്രകാശം ഭാഗികമായിട്ട് കടത്തിവിടുന്നതാണ്. മണ്ണ്, ടൈൽസ്, കലങ്ങിയ വെള്ളം എന്നാണ്. കലങ്ങിയ വെള്ളം അർദ്ധധാര്യ വസ്തുവല്ല അല്ലെ. കലങ്ങിയ വെള്ളത്തിൽ എന്താണ്? പകുതി പ്രകാശമില്ല, തീരെയും പ്രകാശം കടത്തിവിടില്ല. ഇനി അധാര്യ വസ്തുക്കൾ എന്ന് വെച്ചാൽ തീരെയും പ്രകാശം കടത്തിവിടാത്തതാണ്. കല്ല്, മുഖം നോക്കുന്ന കണ്ണാടി, അതുപോലെ തന്നെ കണ്ണാടി കേട്ടോ. തെളിഞ്ഞ ജലത്തിൽ എന്താണ്? പ്രകാശം നന്നായിട്ട് കടത്തിവിടൂലേ. പ്രകാശം നന്നായിട്ട് കടത്തിവിടും. അപ്പൊ അതെന്താണ്? അധാര്യ വസ്തുവിൽ വരുന്നില്ല. നെക്സ്റ്റ് ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. പ്രകാശത്തിന്റെ ഏത് തരം പ്രതിപതനങ്ങളാണ് ഇവിടെ കാണുന്നത്? ഫസ്റ്റ് ചിത്രത്തിലാണെന്നുണ്ടെങ്കിൽ എന്താ കാണുന്നത്? ക്രമപ്രതിപതനമാണ്. അതായത് ക്രമമായിട്ട് മിനുസമുള്ള പതനങ്ങളിൽ ക്രമമായിട്ട് പ്രകാശം പതിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ക്രമപ്രതിപതനം നടക്കുന്നത്. നെക്സ്റ്റ് വിസരിത പ്രതിപതനമാണ്. ഇവിടെ നമുക്ക് ചെറുതായിട്ട് ബ്ലറായിട്ടൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുകയാണെങ്കിൽ അതിനെ നിന്ന് പറയാം വിസരിത പ്രതിപതനമാണെന്ന് പറയാം. നെക്സ്റ്റ് താഴെ പറയുന്ന സന്ദർഭങ്ങൾ നോക്കൂ. ആഭരണങ്ങൾ തിളങ്ങുന്നത് എന്താണ്? ഏത് പ്രതിപതനമാണ്? ക്രമപ്രതിപതനമാണ്. പകൽ സമയം വീടിനകത്ത് വെളിച്ചം കാണുന്നതാണ് വിസരിത പ്രതിപതനമാണ്. ഇനി പോളിഷ് ചെയ്ത ഫർണിച്ചർ തിളങ്ങുന്നതാണ്? ക്രമപ്രതിപതനമാണ്. നിശ്ചലമായ ദ്രവോപരിതലത്തിൽ മരത്തിന്റെ പ്രതിബിംബം കാണുന്നുണ്ടെങ്കിലും എന്താണ്? ക്രമപ്രതിപതനമാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ക്ലാസ്സുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.